ഡീസൽ വാഹനങ്ങൾക്ക് ഇനി ഭാവിയില്ല. അതിനാൽ തന്നെ രാജ്യം ക്ലീൻ എനർജിയിലേക്ക് മാറേണ്ടത് അനിവാര്യമാണെന്ന് ആവർത്തിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഫോസിൽ ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ എന്നിവ ഉപയോഗപ്പെടുത്തിയുള്ള വാഹനങ്ങൾക്ക് ദീർഘകാല ഭാവിയില്ലെന്ന നിലപാട് വീണ്ടും ആവർത്തിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. മലിനീകരണത്തെ ചെറുക്കാനും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും ക്ലീൻ ഇന്ധനങ്ങളിലേക്കുള്ള മാറ്റം അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. പൊതുഗതാഗത രംഗത്തിന്റെ ഭാവി തന്നെ ഈ മാറ്റങ്ങളോട് ചേർന്നാണ് രൂപപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബസ് വേൾഡ് കോൺക്ലേവിൽ സംസാരിക്കവെയാണ് നിതിൻ ഗഡ്കരി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. പെട്രോൾ, ഡീസൽ അധിഷ്ഠിത വാഹനങ്ങൾ പരിസ്ഥിതിയിലും സാമ്പത്തിക മേഖലയിലും വലിയ സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. അതിനാൽ തന്നെ ബയോഫ്യൂവൽ, CNG, LNG, വൈദ്യുത പവർ ട്രെയിനുകൾ തുടങ്ങിയ മലിനീകരണം കുറവുള്ള സാങ്കേതിക വിദ്യകളിലേക്ക് വാഹന നിർമ്മാതാക്കൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഹൈഡ്രജൻ മൊബിലിറ്റി മേഖലയിലേക്കുള്ള രാജ്യത്തിന്റെ നീക്കങ്ങൾ ഇതിനോടകം തന്നെ പ്രായോഗിക ഘട്ടത്തിലെത്തിയതായും മന്ത്രി വ്യക്തമാക്കി. വിവിധ നഗരങ്ങളിലായി ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ബസ്സുകളും ട്രക്കുകളും പരീക്ഷണാടിസ്ഥാനത്തിൽ നിരത്തുകളിൽ ഇറക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുവെന്നത് അതിനുള്ള തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിലെ പ്രധാന ഇന്ധനമായി ഹൈഡ്രജൻ ഉയർന്നു വരുമെന്ന് കേന്ദ്രമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രാജ്യത്തെ മുൻനിര വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ്, വോൾവോ, അശോക് ലെയ്ലാൻഡ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ കമ്പനികൾ ഹൈഡ്രജൻ ഫ്യുവൽ വാഹനങ്ങളുടെ പരീക്ഷണയോട്ടങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇത് രാജ്യത്തിന്റെ വാഹന വ്യവസായത്തിന് പുതിയ ദിശ നൽകുന്ന മുന്നേറ്റമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എഥനോൾ അടിസ്ഥാനമാക്കിയ ഇന്ധനങ്ങളും രാജ്യത്ത് ബദൽ മാർഗമായി ശക്തി പ്രാപിച്ചു വരികയാണ്. E20 ഇന്ധനത്തിലേക്ക് മാറാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഫ്ലെക്സ് ഫ്യുവൽ വാഹനങ്ങളുടെ വികസനത്തിൽ ഇന്ത്യൻ വാഹന വ്യവസായം ശ്രദ്ധേയ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിവിധ ഉറവിടങ്ങളിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ രാജ്യത്ത് വ്യാപകമാകുന്നതും ഈ മേഖലയിലെ വളർച്ചയ്ക്ക് പിന്തുണയാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുഗതാഗത സംവിധാനങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി. ബസ്സുകളുടെ രജിസ്ട്രേഷൻ പ്രക്രിയ കൂടുതൽ സുതാര്യവും കർശനവുമാക്കുന്നതിനായി നേരിട്ടുള്ള പരിശോധനയ്ക്കൊപ്പം വീഡിയോ സ്ഥിരീകരണ സംവിധാനങ്ങളും കൊണ്ടുവന്നതായി മന്ത്രി വ്യക്തമാക്കി. വാഹൻ പോർട്ടലിൽ രജിസ്ട്രേഷൻ വിവരങ്ങൾ നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ടതായും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചിലവ് ചുരുക്കുന്നതിനേക്കാൾ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന് ബസ് ബോഡി നിർമ്മാതാക്കളോട് സർക്കാർ നിർദ്ദേശിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഗുണമേന്മയുള്ള വാഹന നിർമ്മാണം ഉറപ്പാക്കുന്നത് യാത്രക്കാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ നിർണായകമാണ്. ചുരുക്കത്തിൽ, പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങളിലേക്കുള്ള മാറ്റം വെറും സാങ്കേതിക പരീക്ഷണമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക പരിസ്ഥിതി ഭാവിയെ നിർണ്ണയിക്കുന്ന അതിപ്രധാന ഘട്ടമാണെന്ന സന്ദേശമാണ് നിതിൻ ഗഡ്കരിയുടെ വാക്കുകൾ നൽകുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.